നീ കരുണാകരന്റെ മുമ്പിൽ നിന്നിട്ട് നീ ഒരെണ്ണം ഉറങ്ങണം അല്ലേ? ജോലി സമയത്ത് നീ കിടന്ന് ഉറങ്ങണം അല്ലേ? അതും തയ്യൽ മെഷീനിൽ തലവച്ച് ചെയ്യുന്ന തൊഴിലിനോട് കൂറില്ലെന്നല്ലേ അതിനർത്ഥം? ജോലി ചെയ്യിപ്പിക്കുന്നവരെ ഒട്ടും വിലയില്ലെന്നല്ലേ എന്റെ അർത്ഥം? വേദനിക്കുന്നു സാർ, അറിയാതെ ഉറങ്ങിപ്പോയതാ. വീട് സാർ, വീട് സാർ. വീടാനോ? വീടാടി ഞാൻ വേണ്ട സാർ, ഇവിടെ ഞാൻ ആവർത്തിക്കില്ല സാർ, വിട്ടേക്ക് സാർ. ഇവളെ രക്ഷിക്കാനായിരിക്കും കൂടെ ഓടി വന്നത്. ഇത്രയും സമയം ഇവളിവിടെ കിടന്ന് ഉറങ്ങിയപ്പോ നീ ഏത് നരകത്തിലായിരുന്നുടാ? സമയത്തിന് ജോലി തീർത്തില്ലെങ്കിലേ മാനേജ്മെന്റിനോട് നീ സമാധാനം പറയോ? ഞാൻ കണ്ടില്ല സാർ, മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ചെക്ക് ചെയ്യുമായിരുന്നു. നിഷ എവിടെയാ? ഗോഡൌണിലിരുന്ന് ചിപ്സും കടലമുട്ടയും തിന്നുന്നുണ്ടാവും. ഉഷ, നിന്റെ വലങ്കൈ എവിടെ? അത് സാർ, ഉരുണ്ട് കളിക്കാതെ സത്യം പറ. നിഷ എവിടെയെന്ന്? സാർ, ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോയതായിരിക്കും. നീ കള്ളം പറയണ്ട. അവളിവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണ്ടാവും. നിഷ, നിഷ. എവിടെയായിരുന്നു നീ? ചോദിച്ചു കേട്ടില്ലേ? ആ, എത്തിയല്ലോ. പ്രിയൻ സാർ എത്തി. പ്രൊഡക്ഷൻ ചീഫായ എന്റെ തോളോട് തോളൊപ്പം നിൽക്കുന്ന ആളല്ലേ? ഇവിടെ നടക്കണതെല്ലാം പ്രിയൻ സാർ അറിയുന്നുണ്ടാവോ? എന്താടാ? എന്തിനാ അവനോട് ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. ഉറങ്ങാൻ വീട്ടിൽ സ്ഥലമില്ലാത്തോണ്ടാ ജോലിക്കെന്നും പറഞ്ഞ് ഇവളിവിടെ വരുന്നത്. ഈ നിഷ വരുന്നതേ വയറ് നിറയെ വല്ലതും തിന്നോണ്ടിരിക്കാൻ. ഇതിനു മുമ്പ് ഇവളിവിടെ കിടന്നുറങ്ങുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. ഇവള് ജോലി ചെയ്യാതെ തിന്നു കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അതും കാണില്ല. എന്താ കാരണം? കമ്പനി മേൽനോട്ടം അന്ന് എന്റെ കയ്യിലായിരുന്നു. എന്നെ ഇവർക്ക് പേടിയായിരുന്നു. നിനക്ക് അധികാരം കിട്ടിയതോടെ ഇവരുടെ പേടിയൊക്കെ പോയി. ഇതിപ്പോ നാടനില്ലാത്ത കളിയായി മാറിയല്ലോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വകയ്ക്ക് കൊള്ളാത്തവന്റെ കയ്യിലേ അധികാരം കൊടുത്ത കൈലാഷ് സാറിനെ പറഞ്ഞാൽ മതിയല്ലോ. നീ ഇവിടെ വെലസല്ലേ? ഞാൻ എന്ത് വെലസിന്നാ സാറി പറയുന്നത്? നിന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നീ ലീവ് എടുത്ത് നടത്തണം. ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവാൻ നിനക്ക് ആരുടെ അധികാരം തന്നേ? അത് കാരണം ഇവിടുത്തെ പ്രൊഡക്ഷന് കുറവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമ്പോ എല്ലാരെയും പങ്കെടുപ്പിക്കുന്നത് ഒരു സന്തോഷമല്ലേ? എല്ലാവരും നീ പങ്കെടുപ്പിച്ച, എന്നെ നീ വിളിച്ചില്ലല്ലോ. സാറിനെ എങ്ങനെയാ വിളിക്കുക? സാറ് മുതലാളി കാറ്റഗറിപ്പെട്ട ആളല്ലേ. ഞങ്ങൾ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ സാറിനെ വിളിക്കുന്നത് മര്യാദയാണോ? ശരി ശരി, ഇനി ഇത് ആവർത്തിച്ച രണ്ടും പിന്നെ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. അതെങ്ങനെ? അച്ചടക്കം പോയി. അർഹതയില്ലാത്തതിന് അധികാരം കൊടുത്തോടെ ഈ കമ്പനിയിൽ അച്ചടക്കം പോയി. എന്താ സൗസോ ഇത്? നിഷ ചേച്ചി എന്തൊക്കെയാ കാണിക്കുന്നേ? നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഞാനാ പഴിയേക്കേണ്ടി വരുന്നത്. സോറി പ്രിയൻ ചേട്ടാ. ശരി ശരി, എല്ലാരും പോയി ജോലി ചെയ്യ്. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈരാവിനൊരാലിംഗനമേകൂ. ആകാശം
കൈലാസ പാർവതി വരൂ. സാറെന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? കോഫി വേണോ? കടുപ്പത്തിലാണോ വേണ്ടത്? കടുപ്പം കുറച്ചാണോ വേണ്ടത്? ഹേയ്, എനിക്കൊന്നും വേണ്ട. പാർവതിയോട് എനിക്ക് കുറച്ച് സമയം സംസാരിക്കണം. അതിനെ ഞാൻ വരാൻ പറഞ്ഞ. എന്താ സർ? നമ്മള് ഒരുമിച്ച് ബൈക്കിൽ പോവേ. പാർവതിയുടെ ആഗ്രഹം പോലെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തില്ലേ? പാർവതിക്ക് എന്താ തോന്നിയത്? വല്ലപ്പോഴും മാത്രമേ ഞാൻ രാത്രിയിലൊക്കെ പുറത്തു പോകാറുള്ളൂ. പുറത്തിറങ്ങിയാൽ തന്നെ ഹോസ്റ്റലിൽ തിരിച്ചെത്തുന്നവരെ പേടിയായിരിക്കും. പക്ഷേ കൈലാസ് സാർ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. വലിയ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. എനിക്കും വലിയ സന്തോഷം തോന്നി. കണക്കുകളൊക്കെ നോക്കി തല പെരുത്തിരിക്കുമ്പോഴാ ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. വഴിയില് പാർവതിയെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. എന്റെ ഭാഗ്യത്തിനാ പാർവതിയുടെ സൈക്കിള് പഞ്ചറായത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് മണിക്കൂറുകളാ അതുകൊണ്ട് എനിക്ക് ലഭിച്ചത്. ഞാൻ വളർന്ന, ഞാൻ ജീവിച്ച ചുറ്റുപാടുകൾ മാത്രമേ എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നും ആ ലോകത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് പാർവതിയാ. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷമാ സത്യം പറഞ്ഞ ലോകം എന്താണെന്നും ജീവിതം എന്താണെന്നും ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. നീ എന്റെ ലൈഫില് സന്തോഷം കൊണ്ടുവന്ന. ഞാൻ എന്ത് ചെയ്തെന്നാ കൈലാസ് സാർ പറയുന്നത്? കൈലാസ് സാർ നല്ല ആളാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും കൈലാസ് സാറിനെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും കൈലാസ് സാർ വിളിക്കുമ്പോ ഞാൻ കൂടെ വരുന്നു. സാർ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ സാറിന് ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഞാൻ പാർവതിക്ക് എന്ത് സഹായം ചെയ്തെന്ന്? കുടുംബത്തിന് വേണ്ടി ഞാൻ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നു എന്ന സങ്കടത്തിലായിരുന്നു എന്റെ അമ്മയും അച്ഛനും ചേച്ചിയും. കഷ്ടപ്പെടുന്ന മോളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ചേച്ചിയെയും ആ കുട്ടികളെയും കൂട്ടി എന്റെ അമ്മ ഇത്രയും ദൂരം വന്നത്. പക്ഷേ എന്റെ അമ്മ കണ്ടത് കഷ്ടപ്പെടുന്ന പാറുവിനെയല്ല, സന്തോഷിക്കുന്ന പാറുവിനെയാ. പിറന്നാള് ഗംഭീരായിട്ട് ആഘോഷിക്കുന്ന പാറുവിനെയാ. അമ്മയും ചേച്ചിയും ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. സമാധാനത്തോടെയാ അവർ തിരിച്ചുപോയത്. അത് കൈലാസ് സാർ കാരണല്ലേ? ഇത്രയും വലിയ സഹായം വേറെ ആരെങ്കിലും എനിക്ക് ചെയ്തു തരുമോ?